ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. ഓക്കെ, സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ നവംബർ 26 എനർജി എന്താണ്. താങ്ക് യു. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 1, താങ്ക് യു. ലവേഴ്സിൻ്റെ എനർജി, 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇവിടെ നിങ്ങളുടെ വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ജോലി സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹീലിംഗ് ആണ്. ആർക്കേഞ്ചൽ റാഫേലിൻ്റെ എനർജി വന്നേക്കുന്നത് കൊണ്ടിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം, പുതിയൊരു തുടക്കം കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങൾക്ക് സറൗണ്ടിങ്സിലുള്ള എനർജിയിൽ ഒത്തിരി ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനലി അവിടെ ഒരു പീസ് കൊണ്ടുവരാനായിട്ട്, ഒരു സമാധാനം കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അത് മെയിനായിട്ട് നിങ്ങളുടെ ഉള്ളിലെ എനർജി കുറച്ചും കൂടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പീസ്ഫുള്ളി എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലവേഴ്സിൽ വന്നിട്ട് ഒത്തിരി സ്നേഹം, ഒത്തിരി കമ്പാഷൻ, ഒത്തിരി പാഷൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടിയുള്ള സംഭാഷണങ്ങൾ, നിങ്ങളുടെ മൈൻഡിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള, ഒത്തിരി നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന ഒത്തിരി തോട്ട്സ്, ഒത്തിരി എനർജീസ് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്കിൽ ഡെവിൽ, അതുപോലെ തന്നെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നത് സറണ്ടർ ചെയ്യുക. എന്തെങ്കിലും സിറ്റുവേഷൻ, എന്തെങ്കിലും ഇതുപോലത്തെ ടോക്സിക് എനർജി, എഗെയിൻ ആ ഒരു ഡിസ്റ്റർബൻസ്, എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതിനെ എതിർക്കാതിരിക്കുക. അതിന് പകരമായിട്ട് കുറച്ചും കൂടെ ഈശ്വരനിൽ സമർപ്പിക്കുക. ഓക്കെ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. പ്രയേഴ്സ് നടത്തുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് അൺവാണ്ടഡ് ആയിട്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഫൈറ്റ്, ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ മനസ്സിൽ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അത് ഒത്തിരി നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നതാണ്. ഒത്തിരി നിങ്ങളുടെ ഹെൽത്തിനെ അത് ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ പീസ്, സമാധാനം നിങ്ങളോട് ചൂസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി വർക്കഹോളിക് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു സമയം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാത നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പഠനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അവസരമായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. മാസ്റ്ററി നേടാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഓക്കെ, കാരണം ഒരു കാര്യം തന്നെ ഒത്തിരി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിൽ എക്സ്പേർട്ട് ആകുന്നതാണ്. നമുക്കതിനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിയിലോട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വർക്ക് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടും മറ്റുള്ളവർ അംഗീകരിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇന്നത്തെ ദിവസം ആർക്കേഞ്ചൽ റാഫേലാണ് വരുന്നത്. ഹീലിങ്ങിൻ്റെ എനർജിയാണ് കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് വരുന്നത്. ഓക്കെ, അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. നവംബർ 26 ട്യൂസ്ഡേയുടെ എനർജി പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. 2 of Pentacles. കുറച്ച് പേർക്ക് ഇവിടെ
നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള എനർജി കുറച്ചും കൂടെ ബാലൻസിൽ നിലനിർത്താനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പേഴ്സണൽ പവറിൽ ഇരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി വരുന്നതാണ്. എത്രയൊക്കെ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് വരുന്നുണ്ടെങ്കിലും, എത്രയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ എന്താ പറയുക, ആ ഒരു ആത്മനിയന്ത്രണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പക്ഷേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരി സ്പീഡ്, ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഫാസ്റ്റ് ആയിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ സ്ലോ ആയിട്ട് സ്റ്റേബിളായിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളോട് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ഹീലിംഗ് വരുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നുണ്ടാകാം, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളിവിടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളൊരു ഹീലറാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട്, നിങ്ങളുടെ എനർജിയും ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒരു ബാലൻസ്, ഒരു സ്റ്റേബിളായിട്ടുള്ള എനർജിയിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നെയ്ബേഴ്സ് ആയിട്ടുള്ള എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും, അവരുമായിട്ടും ഒത്തിരി സ്നേഹം, ഒത്തിരി കമ്പാഷൻ്റെ എനർജി ഇന്നത്തെ ദിവസം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ മദർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഫീമെയിൽ എനർജി ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നുണ്ടാകാം. അവരും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്നേഹം, ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന വർക്കിന്, ഒത്തിരി ഹീലിങ്ങിന് ഒത്തിരി ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ടാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലോ ആയിട്ട്, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ, പാസ്റ്റിലെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ, കഴിഞ്ഞു പോയ എന്തെങ്കിലും കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ സ്റ്റേബിളായിട്ടുള്ള എനർജിയിലിരുന്നിട്ട് നിങ്ങൾ വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് റീകൺസിലിയേഷൻ്റെ എനർജി, ഓക്കെ, തെറ്റിദ്ധാരണകളെല്ലാം മാറിയിട്ട് ഒരു ബാലൻസിലോട്ട് വരാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, സ്റ്റേബിളായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലിരിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ആയിരിക്കാം, പാസ്റ്റിൽ എന്തെങ്കിലും വ്യക്തികളെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ അതും കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്റ്റേബിളായിട്ടുള്ള എനർജി, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ചിലപ്പോൾ റോ ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്, അവിടെ ഒരു ഫിൽറ്ററിൻ്റെ എനർജി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് എന്താ പറയുക, അതേപടി വിശ്വസിക്കണം, അതേപടി ഉൾക്കൊള്ളണം എന്നില്ല. നിങ്ങൾക്ക് എന്ത് എനർജിയിലിരിക്കുമ്പോഴാണ് പോസിറ്റിവിറ്റി നൽകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, ആ ഒരു എനർജിയായിട്ടും കണക്ട് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ലെഷർ ടൈം കിട്ടുന്നുണ്ടാകാം, ഒത്തിരി ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ അതും എൻജോയ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.